الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا. اللهم صل وسلم وبارك وأنعم على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ നാഷണൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ, അതുപോലെ തന്നെ സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കാരുണ്യവും രക്ഷയും സമാധാനവും കൃപയും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആദ്യമായിട്ട് നാഷണൽ കമ്മിറ്റിയുടെ ഒരു നാഷണൽ കൗൺസിൽ യോഗം സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ റിയാദിൻ്റെ ആതിഥേയത്വത്തിൽ നടക്കുന്നു. അതിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നു എന്നുള്ളത് വളരെ സന്തോഷവും ആഹ്ലാദവും നൽകുന്ന കാര്യമാണ് എന്ന് അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ. സഹോദരങ്ങളെ, നമ്മുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും വളരെ ബോധമുള്ള ആളുകളാണ് എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ എന്ന് പറയുമ്പോൾ കേരള നദുവത്തുൽ മുജാഹിദീൻ മർക്കസുദ് ദഅവ എന്ന് പറയുന്ന അതിമഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ ആ രജതമായ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ആദർശ പ്രസ്ഥാനമാണ്. അംബിയാക്കൾ, മുർസലീങ്ങൾ നിർവഹിച്ചിട്ടുള്ള ആ മഹത്തായ പ്രബോധന പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് ഗമിക്കുന്ന ആളുകളാണ് നമ്മൾ. പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു സൂക്തം ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. 12-ാം അധ്യായം 108-ൽ ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അന വമനിത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. പറയുക പ്രവാചകരെ, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം, എൻ്റെ സരണി ഇതാണ്. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. എങ്ങനെയാണ് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നത്? അലാ ബസീറത്തിൻ, ഉൾക്കാഴ്ചയോടുകൂടെ, യുക്തിഭദ്രമായി കൊണ്ട്, വിവേകത്തോടുകൂടെ, വിജ്ഞാനത്തോടുകൂടെ. അതാണ് ബസീറ എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അനവമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റുന്നവരും. മുഹമ്മദ് നബിയെ പിൻപറ്റുന്ന ആളുകൾ പ്രബോധകന്മാരാവണം എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് പറയുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ആ ആദർശ പ്രബോധനത്തിൻ്റെ അംബിയ മുർസലീങ്ങൾ നിർവഹിച്ച ആ ദൗത്യ നിർവഹണം ഏറ്റെടുത്തിട്ടുള്ള ആളുകളാണ്. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്, തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്, ഷിർക്കിനെതിരെ പോരാടുക എന്നുള്ളതാണ്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് 7-ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധനായിട്ടുള്ള മുഫസ്സിർ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യദഉ ഇലാ മാ ദഅ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ അല്ലാഹുവിലേക്ക് അല്ലാഹുവിൻ്റെ റസൂൽ ക്ഷണിച്ചതുപോലെ ഓരോ സത്യവിശ്വാസികളും ക്ഷണിക്കണം. എങ്ങനെയാ ക്ഷണിക്കേണ്ടത്? അലാ ബസീറത്തിൻ, ഉൾക്കാഴ്ചയോടുകൂടെ, നല്ല കൃത്യമായ വ്യക്തമായിട്ടുള്ള വിജ്ഞാനത്തിൻ്റെ യുക്തിഭദ്രമായിട്ടുള്ള ആ രൂപത്തിൽ, വയഖീനിൻ, ഉറപ്പോടുകൂടെ, ദൃഢ വിശ്വാസത്തോടുകൂടെ, വബുർഹാനിൻ ശർഈൻ. അടിവരയിട്ട് മനസ്സിലാക്കണം, നമ്മുടെ പ്രബോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ പല മുസ്ലിം സംഘടനകളും പല മുസ്ലിം പ്രവർത്തകരുമൊക്കെ പ്രബോധനം ചെയ്യുന്നത് എങ്ങനെയാ? അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ബുർഹാനിൻ ശർഈൻ, ഇസ്ലാമിക ശരീഅത്തിന്റെ പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ടായിരിക്കണം. വഅഖലിയിൻ, പ്രമാണം മാത്രമല്ല, ബുദ്ധിപരത, അത് ബുദ്ധിയും അതോടൊപ്പം തന്നെ പ്രമാണവും, അഖലും നഖലും എന്ന് പറയും. അതാണ് ബുർഹാനിൻ ശർഈൻ വഅഖലിയിൻ. പ്രബോധന പ്രവർത്തനങ്ങൾക്കുള്ള മാർഗരേഖയാണ് ഇവിടെ അദ്ദേഹം വിവരിക്കുന്നത്, വ്യക്തമാക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മൾ എന്ന് നമ്മൾ അറിയുക. സഹോദരങ്ങളെ, പ്രബോധനം എന്ന് പറയുന്നത്, അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അത് വിവരണാതീതമാണ്. എല്ലാവർക്കും അറിയുന്ന വിശുദ്ധ ഖുർആന്റെ ഒരു സൂക്തമുണ്ടല്ലോ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും
ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനത്തോടുകൂടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരു നിർബന്ധ കാര്യമോ ഒരു സുന്നത്തായ കാര്യമോ ജനങ്ങൾക്ക് മുമ്പാകെ പറയുമ്പോൾ നമ്മുടെ മനസ്സ് സംതൃപ്തി അടയുന്നുണ്ടോ എങ്കിൽ നമ്മൾ അന്തസ്സുള്ള ഒരു മുസൽമാനാണ്. അതല്ല, ഒരു ക്ലാസ്സിലേക്ക് ഒരാളെ ക്ഷണിക്കുമ്പോൾ പോലും നമുക്ക് ഒരു മനസ്സിലൊരു വിഷമം, അത് ഒരു പോരായ്മയായി തോന്നുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ ആദർശത്തിനും ചെളി പുരണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ജീർണതകൾക്കെതിരെ നിലകൊള്ളുന്നവരായിരിക്കണം. സമൂഹത്തിലുള്ള ഒട്ടേറെ ജീർണതകളുണ്ട് പ്രിയമുള്ളവരെ. പ്രവാചകന്റെ പ്രബോധനം നോക്കിയാൽ നമുക്കത് കാണാനായിട്ട് കഴിയും. സാമൂഹ്യ തിന്മകൾ, അതിനെതിരെ നിലകൊള്ളുന്നവരായിരിക്കണം. അതല്ല, നമ്മളും സമൂഹത്തിൽ അങ്ങനെയുള്ള ജീർണതകളും തിന്മകളും അധാർമിക പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിക്കൂടാ. നമുക്കറിയാം, എത്യോപ്യയിൽ മുസ്ലിം സമൂഹം പോയപ്പോൾ രാജകൊട്ടാരത്തിലെ മുസ്ലിം സമൂഹം അവര് എന്താണ് ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ള പരിവർത്തനങ്ങൾ എന്ത് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അത് ഈ വർത്തമാനകാല സാഹചര്യത്തിൽ വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുകയാണ്. മഹാനായ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു രാജകൊട്ടാരത്തിൽ വിളിച്ചു പറയുകയുണ്ടായി, അയ്യുഹൽ മലിക്, അല്ലയോ മഹാരാജാവേ, കുന്നാ ഖൗമൻ അഹ്ലു ജാഹിലിയ്യ, ഞങ്ങൾ ഇരുണ്ട യുഗത്തിലെ ആളുകളായിരുന്നു. നഅബുദുൽ അസ്നാം, വിഗ്രഹ പൂജകന്മാരായിരുന്നു ഞങ്ങൾ. വനഅകുലുൽ മീത, ഞങ്ങൾ ശവം തീനികളായിരുന്നു. വനഅതിയൽ ഫവാഹിഷ്, ഞങ്ങൾ മ്ലേച്ഛവൃത്തികൾ, ലൈംഗിക അരാജകത്വത്തിന്റെ ആളുകളായിരുന്നു. വനഖതഉൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നവരായിരുന്നു. വനുസിഉൽ ജിമാർ, അയൽവാസികളെ ദ്രോഹിക്കുന്നവരായിരുന്നു. വയഅകുലുൽ ഖവിയ്യ മിനൽ ലഈഫ്, ഞങ്ങളുടെ കൂട്ടത്തിലെ ശക്തന്മാരായ ആളുകൾ, മസിൽ പവറുള്ള ആളുകൾ ദുർബലന്മാരെ കയ്യേറ്റം ചെയ്ത് കൊള്ളയടിക്കുന്നവരായിരുന്നു. അവരുടെ സമ്പത്ത് അപഹരിക്കുന്നവരായിരുന്നു. എന്നിട്ട് ജഅഫർ റളിയല്ലാഹു തആല അൻഹു പറയാൻ, ഫദആനാ ഇലല്ലാഹി, മുഹമ്മദ് നബി ഞങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു. ലിനുവഹിദഹു വനഅബുദഹു, എന്തിനാണ് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നത്? ആരാധനയുടെ കാര്യത്തിൽ, തൗഹീദിന്റെ കാര്യത്തിൽ, ഏകദൈവ വിശ്വാസത്തിന്റെ കാര്യത്തിൽ കാർക്കശ്യം പുലർത്തിക്കൊണ്ട് അവന് മാത്രം ഇബാദത്തുകൾ സമർപ്പിക്കുന്ന, അങ്ങനെ തൗഹീദിന്റെ വക്താക്കളായി മാറുവാൻ എന്ന് മാത്രമല്ല, വനഖലു മാ കുന്നാ നഅബുദു, ഞങ്ങൾ എന്തിനൊക്കെയാണോ ആരാധിച്ചു വന്നിരുന്നത്, ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ പിതാക്കന്മാർ അവരെന്തിനൊക്കെ ആരാധിച്ചിരുന്നത്, അൽ ഹിജാറത വൽ ഔസാൻ, കല്ലുകളെയും ബിംബങ്ങളെയും ഞാൻ ദീർഘിപ്പിക്കുകയല്ല. അപ്പോ ശിർക്ക്പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും സമ്പൂർണമായിട്ടുള്ള മുക്തി നേടി ഏകദൈവ ആരാധനയുടെ, ഏകദൈവ വിശ്വാസത്തിന്റെ, തൗഹീദിന്റെ വക്താക്കളായി മാറുക. അതാണ് പ്രവാചകൻ വരുത്തിയിട്ടുള്ള, ലോകത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ പരിവർത്തനം എന്ന് അദ്ദേഹം പറയുകയാണ്. എന്ന് മാത്രമല്ല, വഅമറനാ ബിസിദ്ഖിൽ ഹദീസ്, സത്യസന്ധത വർത്തമാനത്തിൽ ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും, അതുപോലെ വഅദാഉൽ അമാന, അമാനത്ത് കൃത്യമായി നിർവഹിക്കുന്ന കാര്യത്തിൽ ഒക്കെ ഞങ്ങൾക്ക് അദ്ദേഹം പാഠങ്ങൾ നൽകി. ആ വിഷയത്തിലൊക്കെ ഞങ്ങൾ മാതൃകയായി എന്നുള്ളതാ. സഹോദരങ്ങളെ, ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ മുൻഗാമികൾ ചെയ്തിട്ടുള്ള ത്യാഗങ്ങളെ കുറിച്ച് സൂചനകൾ നൽകുകയുണ്ടായി. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുൻഗാമികളുടെ ജീവചരിത്രം പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവര് തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ, ദുരാചാരങ്ങൾക്കെതിരെ നിലകൊള്ളുന്നതിന്റെ പേരിൽ, നിങ്ങൾക്ക് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ അറിയുമോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകനായിരുന്നു, അതിന്റെ യോദ്ധാവായിരുന്നു അദ്ദേഹം. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വാഹകനായിരുന്നു. അദ്ദേഹത്തെ സമൂഹത്തിലെ പുരോഹിത വർഗം ആക്ഷേപിച്ചത് കാഫിർ എന്നായിരുന്നു. എന്തിന്റെ പേരിൽ? തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ, സമൂഹത്തിലെ, മുസ്ലിം സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിലകൊണ്ടതിന്റെ പേരിൽ. അപ്പോൾ നമ്മൾ കേരള നിദവത്തുൽ മുജാഹിദീൻ മർക്കസുദ് ദഅവ എന്ന് പറയുന്നത്, സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ എന്ന് പറയുന്നത് സമൂഹത്തിലെ ജീർണതകൾക്കെതിരെ നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ്. നമ്മൾ ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും വിധേയമായേക്കാം. പക്ഷേ അങ്ങനെ ആക്ഷേപകന്റെ ആക്ഷേപം കണ്ടുകൊണ്ട്, അത് കേട്ടുകൊണ്ട് എൻ്റെ പ്രബോധനം ഇതാ ഇവിടെ കടക്കട്ടെ എന്ന് പറഞ്ഞ്
പറഞ്ഞുകൊണ്ട് ഉള്ളുവലിയുകയല്ല. അങ്ങനെയുള്ള ആരോപണങ്ങളെയും ആക്ഷേപങ്ങളെയും നെഞ്ചിവിരിച്ച് നേരിട്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ഓർത്തുകൊണ്ട് പ്രബോധന മാർഗത്തിൽ മുന്നോട്ട് ഗമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആദർശം എന്ന് പറയുന്നത് അത് വളരെ കൃത്യമാണ്, വ്യക്തമാണ്. അത് വിശുദ്ധ ഖുർആനിന്റെ ആദർശമാണ്, പ്രവാചകന്റെ ആദർശമാണ്. അതില് നിങ്ങൾ നോക്കൂ, ജിന്നു പൂജയോ പിശാച് പൂജയോ അങ്ങനെയുള്ള മാട്ടുമാരണങ്ങളോ ഒരന്ധവിശ്വാസവുമില്ല, പുരോഗമന ചിന്താഗതിയല്ല. ഈ വർത്തമാന കാലത്തിന്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കാലത്തോട് സംവദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. അതാണ് കേരള നദവത്തുൽ മുജാഹിദീൻ മർകസു ദഅവ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ഉത്തരവാദിത്തം ഭാരിച്ചതാണ്. നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ, നമുക്കറിയാം, CM എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം വലിയെന്ന് മാത്രമല്ല ലോകം നിയന്ത്രിക്കുന്നവനാണെന്നും പടച്ചവനാണെന്നും പറയുന്നൊരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ എന്തെല്ലാം ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നിങ്ങൾക്കറിയുമോ? കഴിഞ്ഞയാഴ്ച മലപ്പുറം ജില്ലയിലെ മിനിയൂട്ടി എന്നറിയപ്പെടുന്ന അവിടെ സമീപത്തുള്ളൊരു കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി, അദ്ദേഹം പറയുന്നത് അവിടെയുള്ള അധ്യാപകർ അവർ ജിന്നിനോട് സംസാരിക്കാറുണ്ട്. ജിന്നിനോട് സംസാരിച്ച് അത് കയറിയിട്ടുള്ള സ്ത്രീകളിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്, അത് സത്യമാണ് എന്ന് പറഞ്ഞതായിട്ട് എൻ്റെ മകൻ്റെ കൂട്ടുകാരൻ പറഞ്ഞതായി അവൻ എന്നോട് പറയുകയാണ്. കടുത്ത അന്ധവിശ്വാസങ്ങള്. വിശുദ്ധ ഖുർആൻ അന്ധകാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇരുട്ടിന്റെ അന്ധകാരം, അതുപോലെ സമുദ്രത്തിന്റെ അന്ധകാരം, മത്സ്യത്തിന്റെ അന്ധകാരം എന്നൊക്കെ യൂനുസ് നബിയുടെ ചരിത്രത്തിൽ പറയുന്നത് പോലെ എല്ലാ നിലക്കും നമ്മുടെ മുമ്പിൽ ഇങ്ങനെയുള്ള വെളിച്ചമുണ്ടെങ്കിലും സത്യത്തിൽ അന്ധകാരമാണ്, അന്ധവിശ്വാസങ്ങള്. അപ്പൊ നമ്മൾ അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് തയ്യാറെടുക്കണം. എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. നമ്മുടെ ഒന്നാമത്തെ ബാധ്യത എന്ന് പറയുന്നത് തൗഹീദിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളതാണ്. മുഖം നോക്കാതെ ശിർക്കുകൾക്കെതിരെയും വ്യതിയാനങ്ങൾക്കെതിരെയും നിലകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതോടൊപ്പം നമുക്ക് ഒരു വിശുദ്ധി ഉണ്ടാവണം. സാമ്പത്തിക രംഗമാകട്ടെ, പെരുമാറ്റ രംഗമാകട്ടെ. കേരള നദവത്തുൽ മുജാഹിദീൻ മർകസു ദഅവയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനാബ് M അഹമ്മദ് കുട്ടി മദനി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഒരു സംസാരമുണ്ടായിരുന്നു. മുആമലാത്ത് എന്നാണ് അതിന്റെ വിഷയം. എങ്ങനെയാണ് ജനങ്ങളോടുള്ള സമീപന രീതി എന്നുള്ളതാണ്. ഓരോ പ്രവർത്തകനും അത് കേൾക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷം, ഏതാണ്ട് ഒരു വർഷമായിട്ടില്ല, ആലപ്പുഴ വലിയകുളം എന്ന് പറയുന്ന പ്രദേശത്ത് നമുക്ക് വലിയൊരു പള്ളിയുണ്ട്. അവിടെ KNM സ്റ്റേറ്റ് കൗൺസിലുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ നേതാക്കന്മാരൊക്കെ എത്ര സ്വാത്വികന്മാരാണെന്ന് നമ്മൾ ഓർക്കണം. അവിടെ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ മമ്മു സാഹിബ് പറയുകയാണ്, അദ്ദേഹവും CP ഉമർ സുല്ലമിയും ഒരു റൂമിലായിരുന്നു കൗൺസിലിന്റെ ദിവസങ്ങളിൽ രാത്രിയിൽ താമസിച്ചത് എന്നുള്ളതാണ്. മമ്മു സാഹിബിനെ അറിയാത്ത ആളുകൾ ഉണ്ടാവുകയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ രാത്രിയിൽ തഹജ്ജുദ് എഴുന്നേറ്റ സന്ദർഭത്തിൽ CP സുജൂദിലായിരുന്നു. ഞാൻ ബാത്റൂമിൽ പോയി എൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് വുളു എടുത്ത് തിരിച്ചു വന്നു. ഞാൻ നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞപ്പോഴും അദ്ദേഹം സുജൂദിലാണ് എന്നുള്ളതാണ്. ദീർഘമായി സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന, തൗഹീദിന്റെ ഇരുതല മൂർച്ചയുള്ള ഗഡ്ഗം എന്ന് പറയുന്ന, സൈഫുള്ള എന്ന് വിശേഷിപ്പിക്കാവുന്ന അങ്ങനെയുള്ള മഹാന്മാരായ നേതാക്കന്മാരാണ് ഈ പ്രസ്ഥാനത്തിന്റെ നായകന്മാര്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് പരലോക ചിന്ത നെഞ്ചേറ്റേണ്ടുന്ന ആളുകളാണ്. നമ്മൾ എല്ലാ രംഗത്തും വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മളുടെ അടുക്കൽ ഒക്കെ പാപങ്ങളും തെറ്റുകളും വന്നു പോയിട്ടുണ്ടാകാം. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. അള്ളാഹു ഈ പ്രസ്ഥാനത്തെ ഏറ്റവും നല്ല മാതൃകായോഗ്യതയുള്ള ഖുർആനിനോടും സുന്നത്തിനോടും ചേർന്ന് നിൽക്കുന്ന ഒരു മഹനീയ പ്രസ്ഥാനമായി റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ യോഗം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു തആല നമ്മുടെ പ്രസ്ഥാനത്തിന് നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും പ്രവർത്തകകളെയും, അതുപോലെ വളർന്നു വരുന്ന കുട്ടികളുണ്ട്, IGM എന്ന് പറഞ്ഞുകൊണ്ട്, MSM എന്ന് പറഞ്ഞുകൊണ്ട് നല്ല നല്ല ചുറുക്കുള്ള ചിന്താ ശേഷിയുള്ള കുട്ടികൾ, അവരെയൊക്കെ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അന്ധകാരങ്ങളിൽ നിന്നും അധാർമികളിൽ നിന്നും സമൂഹത്തെ വിശ്വശാലിയോടുകൂടി ആദർശ പ്രബോധന രീതിയിൽ സജ്ജ